നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഒരു മാർക്കറ്റ് ഡൈവ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡേർഡ് ആയിട്ടുള്ള ഓർഗാൻസ സാരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സാരീസാണ്, ബട്ട് അത്യാവശ്യം നല്ല ഒരു ബഡ്ജറ്റിലുമാണ് ഈ സാരീസ് എല്ലാം വന്നിട്ടുള്ളത്. ഈ ഒരു കളക്ഷനിലെ ഫസ്റ്റ് സാരിയാണ് ഇത്. ഇതൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓർഗാൻസ കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ്, ഇത് പ്ലീറ്റ്സ് എടുക്കാൻ പാടുണ്ടോ, പൊന്തി നിൽക്കുമോ, അങ്ങനെയൊക്കെയുള്ള സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓർഗാൻസ സാരീസ് കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് എടുത്ത് എല്ലാവരെയും കാണിക്കുന്നത്. ഈസി ആയിട്ട് പ്ലീറ്റ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഫോളും നല്ല ഫോളാണ്. ഇപ്പോൾ പൊന്തി നിൽക്കുവോ അങ്ങനെ ഒന്നുമില്ല, വളരെ ഭംഗിയായിട്ട് കിടക്കുന്ന ഫോളുള്ള സാരീസാണ്. സോ കളക്ഷനിലെ ഫസ്റ്റ് സാരി ലൈലാക്ക് ഷെയ്ഡാണ്. അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് വൈറ്റ് കളറിലുള്ള എംബ്രോയിഡറി ഫ്ലോറൽ പാറ്റേൺ ആണ് സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ബോർഡേഴ്സിലാണെങ്കിൽ നമുക്ക് ഒരു സ്കാലപ്പ് സ്റ്റൈലിലുള്ള ബോർഡർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അതിലും ഫ്ലോറൽ എംബ്രോയിഡറി വന്നിരിക്കുന്ന രീതിയിലാണ് സാരിയുടെ രണ്ട് സൈഡിലുള്ള ബോർഡേഴ്സും വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു 2.5 മീറ്ററിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു എംബ്രോയിഡറി പാറ്റേൺസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല്ലു ഡിവിഷൻ ഒന്നുമില്ല, ആ ഒരു പാറ്റേൺ തന്നെയാണ് പല്ലുവിലേക്കും നമുക്ക് എംബ്രോയിഡറി പോയിട്ടുള്ളത്. ഈ ഒരു സ്കാലപ്പ് തന്നെയാണ് പോകുന്നത്. ആൻഡ് നമ്മളുടെ സാരി ഉടുക്കുന്ന പാർട്ടിലൊക്കെ താഴത്തെ ഹാഫ് ഏരിയയിലായിരിക്കും നമുക്ക് ഈ ഒരു എംബ്രോയിഡറി വരുന്നത്. സോ ഇങ്ങനെയാണ് സാരി വരുന്നത്. ഹാഫ് കഴിഞ്ഞ് താഴത്തേക്കാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ബോഡിയും അതുപോലെ തന്നെ സാരിയുടെ ബോർഡേഴ്സിൽ പോയിരിക്കുന്ന സെയിം ആ ഒരു സ്കാലപ്പ് ബോർഡർ സ്ലീവിൽ കൊടുക്കാനുമുള്ള രീതിയിലാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണിത്. ആൻഡ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കും ആണ്. ആൻഡ് പ്രൈസ് വരുന്നത് 2650 റുപ്പീസാണ്. ഇന്നത്തെ കളക്ഷനിലെ നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ആ ഒരു ലൈറ്റ് പീച്ചിൽ വൈറ്റ് കളറിലുള്ള എംബ്രോയിഡറി പാറ്റേൺസ് ആണ് ഈ ഒരു സാരിയിലും വന്നിരിക്കുന്നത്. എല്ലാ സാരിയും സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സെയിം സാരീസ് തന്നെയാണ്. ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയി, അത്യാവശ്യം ട്രാൻസ്പെറൻസി ഉള്ള ഫാബ്രിക് ആണ്. ഭയങ്കര ട്രാൻസ്പെറൻ്റ് എന്നല്ല, എന്നാൽ അത്യാവശ്യം ട്രാൻസ്പെറൻസി ഉള്ള ഫാബ്രിക് ആണിത്. ബട്ട് പ്ലീറ്റ് എടുത്ത് കൊടുക്കുവാണെങ്കിൽ ട്രാൻസ്പെറൻസി ഉണ്ടാവില്ല. ഫുൾ എംബ്രോയിഡറി ഉള്ളത് കാരണം ഒത്തിരി അങ്ങ് വിസിബിൾ അല്ലാത്ത അത്യാവശ്യം ട്രാൻസ്പെറൻസി ഉള്ള ഫാബ്രിക് ആണ്. ആൻഡ് താഴത്തേക്ക് നമ്മുടെ സാരിയുടെ താഴത്തെ ഏരിയയിൽ ലാസ്റ്റ് സാരിയിൽ കണ്ടതുപോലെ നമുക്ക് ഫുൾ എംബ്രോയിഡറി വരുന്നുണ്ട്. ഈ ഒരു സാരിയുടെ ബ്ലൗസ് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് പ്ലെയിൻ ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സ് ബ്ലൗസിന്റെ സ്ലീവിൽ കൊടുക്കാനുമാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 2650 തന്നെയാണ്. ഇന്നത്തെ കളക്ഷനിലെ നെക്സ്റ്റ് സാരി വരുന്നത് ഒരു പിസ്ത ഗ്രീൻ, ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഇതും. എല്ലാ സാരീസും നല്ല ഷെയ്ഡ്സ് ആണ്. ഓരോരോ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചം. പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഷെയ്ഡ്സ് ആണ് എല്ലാം. ആൻഡ് ഇതിന്റെയും എഗെയിൻസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് കളറിലുള്ള പ്രിന്റ് പാറ്റേൺസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഫ്ലോറൽ പ്രിന്റ് പാറ്റേൺ ആൻഡ് സ്കാലപ്പ് ബോർഡർ. ബ്ലൗസ് വരുന്നത് ലാസ്റ്റ് സാരീസിൽ കണ്ടതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടാണ്. ഇതിൻ്റെയും സെൽഫ് കളറിലുള്ള പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത്. ആൻഡ് എഡ്ജസിലായിട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാലപ്പ് പാറ്റേൺ വരുന്ന പോലെയാണ് ഇതിൻ്റെയും ബ്ലൗസ് വരുന്നത്. ആൻഡ് ഈ സാരിയുടെയും പ്രൈസ് വരുന്നത് 2650 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് സാരി കണ്ട് നോക്കാം. എപ്പോഴും എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ് യെല്ലോ. അത് കാരണം തന്നെ ഈ യെല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ല ലൈറ്റും അല്ല എന്നാൽ ഒത്തിരി ബ്രൈറ്റും അല്ലാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. അതിലും ഫുള്ളായിട്ട് നമുക്ക് വൈറ്റ് കളറിലുള്ള ഫ്ലോറൽ പ്രിന്റ് പാറ്റേൺ. യെല്ലോ വൈറ്റ് എപ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോംബോ ആണ്. അത് ഈ ഒരു സാരിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ബോർഡേഴ്സ് ലാസ്റ്റ് കണ്ട എല്ലാ സാരീസിലെയും പോലെ സ്കാലപ്പ് ബോർഡർ തന്നെയാണ് സാരിയുടെ രണ്ട് സൈഡിലും വരുന്നത്. അതൊരു 2 ഇഞ്ചസോളം വരുന്ന സ്കാലപ്പ് പാറ്റേൺസ് ആണ് രണ്ട് സൈഡിലും വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ്. ആൻഡ് സാരിയുടെ താഴത്തെ പാർട്ടിലായിട്ട് സെയിം ആ ഒരു സ്കാലപ്പും എംബ്രോയിഡറിയും വരുന്ന പോലെയാണ് എല്ലാ സാരീസും വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ്. സോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. പ്ലെയിൻ ബ്ലൗസിൽ സാരിയുടെ സെയിം ആ ഒരു എംബ്രോയിഡേർഡ് ബോർഡർ വരുന്ന ബ്ലൗസ് പീസ് ആണ് വരുന്നത്. ആൻഡ് പ്രൈസ് വരുന്നത് 2650 തന്നെയാണ്. എല്ലാ സാരീസിൻ്റെയും ഒരേ പ്രൈസാണ് വന്നിട്ടുള്ളത്. സോ ഈ 4 സാരീസാണ് ആക്ച്വലി നമ്മുടെ അടുത്തുള്ളത്. ഈ 4 സാരീസേ ഉള്ളൂ. ഇതിൻ്റെ കളക്ഷൻ നമുക്ക് ഫസ്റ്റ് ടൈം വന്ന ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഇതിൻ്റെ 4 പീസ് തന്നെയാണ് സ്റ്റോറിലും ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതിലേക്ക് ഒരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ നമുക്ക് DM ചെയ്താൽ മതി. അതല്ല നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ട്രിവാൻഡ്രത്തെ വഴുതക്കാടാണ് നമ്മുടെ സ്റ്റോർ വരുന്നത്. അവിടേക്ക് നേരിട്ട് വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ബട്ട് വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ
4 പീസാണ് ഉള്ളത്. ചിലപ്പോൾ ഓൺലൈൻ സെല്ലായി പോയി കഴിഞ്ഞാൽ വേറെ പീസസ് ഉണ്ടാവില്ല. 4 പീസാണ് ഈ ഒരു പാറ്റേണിൽ ഈ ഒരു പർട്ടിക്കുലർ സാരിയിൽ നമ്മുടെ അടുത്ത കളക്ഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക്